നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മനസ്സിലുള്ള ഈ വ്യക്തി, ഈ ആളുമായിട്ട് നിങ്ങൾക്ക് എന്തുതരം ബന്ധവും ആയിക്കോട്ടെ, അപ്പൊ ഈ വ്യക്തി ശരിക്കും എങ്ങനെയുള്ള ആളാണ് എന്നാണ് നിങ്ങൾ ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നതും ഈ വ്യക്തി നിങ്ങളെ ഇങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വെക്കുന്നുണ്ടാവാം. പക്ഷെ ഈ വ്യക്തി എന്താണ്, ശരിക്കും ഈ വ്യക്തിയെ കുറിച്ചുള്ള സത്യം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്താൽ പോലും ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് വെച്ചിട്ട് ഒരു കാര്യവും തീരുമാനിക്കരുത് എന്നും കൂടെ പറയുന്നുണ്ട് ഞാൻ, കേട്ടോ. അപ്പോ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് ഓറക്കിൾ മെസ്സേജ് ആണ്, ഈ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഈ കാർഡ് ഇവിടെ മറന്നിട്ടുണ്ട്. ചില ബന്ധങ്ങൾ ഒരു യാത്ര പോലെയാണ്. നമ്മൾക്ക് വരുന്ന ബന്ധങ്ങളെല്ലാം, ഇവിടെ ഒരു കാർഡ് മറന്നിട്ടുണ്ട്. കാർഡ് മറിഞ്ഞ, ഒരു കുണ്ടലിയുടെ കാർഡ് മറിഞ്ഞ പോലെ എനിക്ക് തോന്നിയായിരുന്നു. എനിക്കിപ്പോ കാണുന്നില്ല, അത് വരാനുള്ളതാണെങ്കിൽ വരും. ഓൾറൈറ്റ്. അപ്പോ ഈ കാർഡ് കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് നിങ്ങളോട്. പിന്നെ നിങ്ങൾ ചിലര് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആക്ഷനിലേക്ക് വന്നില്ല. അതിപ്പോ ചെയ്യാനായിട്ട് ഇതിപ്പോ ചെയ്യുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട് ഒരു കാർഡ്. കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എനർജി ബ്ലോക്ക് വരുമ്പോൾ പല അസുഖങ്ങളും, പല ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ കുറയും, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള യുക്തിബോധമൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങള് കുറെ വർഷങ്ങളായിട്ട് കാത്തിരുന്ന, നിങ്ങളുടെ ഡിവൈൻ ടൈമിങ് ആയിട്ടില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോ പ്രാവർത്തികമായി വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫ്ലൈയിങ് ഹനുമാൻ, ലോങ് ജേർണി. ചില ബന്ധങ്ങൾ, ഞാൻ അതാണ് പറഞ്ഞു തുടങ്ങി, ചില ബന്ധങ്ങള്, എല്ലാ ബന്ധങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വേണം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോ അതുകൊണ്ടാണ് എല്ലാം പോസിറ്റീവായിട്ട് കാണണം എന്ന് പറയുന്നത്. അപ്പോ പാഠങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അയ്യോ ഇങ്ങനെയായി പ്രശ്നം, പക്ഷെ അത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത്, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് ചിന്തിക്കാതെ നമ്മൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ, അയാൾ എന്നെ അങ്ങനെ ചെയ്തിട്ട് പോയി, ഇങ്ങനെ ചെയ്തിട്ട് പോയി, നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റും, നമ്മളുടെ ജീവിതത്തില് പിന്നെയും ഇതേ കാര്യങ്ങൾ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതം വലിയൊരു ജേർണിയാണ്. അതിനിടയിൽ നമ്മൾ പലരെയും പരിചയപ്പെടുന്ന കുറെ പേര് നമ്മളുടെ കൂടെ കുറെ നാൾ യാത്ര ചെയ്യും. എല്ലാവരും അവസാനം പിരിഞ്ഞു പോകും നമ്മളെ. അതാണ് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടുന്നു, അതാണ്. അപ്പൊ ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് നിങ്ങളെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും കൂടെ പറയുന്നുണ്ട്, കേട്ടോ. അപ്പോ നമുക്ക് നിങ്ങളുടെ എനർജിയും ഈ വ്യക്തിയുടെ എനർജിയും എങ്ങനെയാണ്, നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന്റെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഈ വ്യക്തിയെ കുറിച്ചുള്ള സത്യമാണ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള എനർജി എന്താണ്? ഇവിടെ 8 of കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. 8 of കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോ പോയ ആള് തിരിച്ചു വന്ന പോലെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാല് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ട് തിരിച്ചു വരുന്ന ഒരാള്, അല്ലെങ്കിൽ ഉപേക്ഷിക്കാനുള്ള ആ ഒരു വക്കിലെത്തിയിട്ട് കുറച്ചും കൂടെ നോക്കാം എന്ന മട്ടില് തിരിച്ചു വന്നിരിക്കുന്ന ആള്. അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, നിങ്ങളെ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ ഈ മനസ്സിൽ ഉപേക്ഷിക്കുക എന്നുള്ളൊരു ചിന്തയും കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു കാര്യത്തിലും ലോങ് ടേം പ്ലാൻ ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ എപ്പോ വേണമെങ്കിലും തിരിച്ചു പോകാം
എന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു എനർജിയും കൂടെയാണിത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നോ കോണ്ടാക്ട് ആയിരിക്കാം, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം, പോകും വരും പോകും വരും, അല്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു എനർജിയും കൂടെ ആവാം. ഇവിടെ രണ്ട് കാർഡ്സ് ആണ് ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത്. ഒന്ന് ഏസ് ഓഫ് വാൻസും ഒന്ന് ത്രീ ഓഫ് സ്വേർഡ്സും. ത്രീ ഓഫ് സ്വേർഡ്സ് എന്ന ഹാർട്ട് ബ്രേക്ക്. ഇതിനകത്ത് ഈക്വലി പാഷനും ഉണ്ട്, അതുപോലെ തന്നെ ഹൃദയവേദനയും ഉള്ള ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിൽ. ഒരു സ്ഥിരത ഇല്ലാത്ത ബന്ധം, നാളെ എന്താകുമെന്ന് അറിയാത്ത ബന്ധം, മനസ്സിലായി? അങ്ങനത്തെ ഒരു ബന്ധമാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്നാണ് പറയുന്നത്. ഭയങ്കര തലവേദനയുള്ള ഒരു ബന്ധമാണിത്. അപ്പോ ഈ വ്യക്തി എന്താണ് ഈ വ്യക്തിയുടെ സത്യം, ഈ വ്യക്തിയെ കുറിച്ചുള്ള സത്യം എന്താണ്? ഇവിടെ ഒരു കുറച്ചും കൂടെ കാർഡ്സ് നമുക്ക് വേണം. 8 ഓഫ് സ്വേർഡ്സ് വന്നിട്ടുണ്ട്, ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാല് എല്ലാം നശിപ്പിക്കുന്ന ഒരു കാർഡാണ്, മനസ്സിലായോ? അപ്പോ ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഉള്ള ഒരാളായിരിക്കും, നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം, നിങ്ങളെ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാള്, എപ്പോഴും നിങ്ങളെ കോണ്ടാക്ട്, സുഖമാണോ, എന്തുണ്ട് വിശേഷം, ഇന്ന് ഊണ് കഴിച്ചോ എന്നൊക്കെ സ്ഥിരമായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് തോന്നുവാണ്, അയ്യോ ഈ വ്യക്തി ഇതുവരെ ഇങ്ങനത്തെ ജീവിതത്തിൽ ഇങ്ങനൊരു വ്യക്തി വന്നിട്ടില്ല, എന്തൊരു നല്ല സ്വഭാവമുള്ള ഒരാളാണ് ഈ വ്യക്തി, മനസ്സിലായോ? എപ്പോഴും എന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയാണ്. നിങ്ങളിത് ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയാണ്. ഊണ് കഴിച്ചോ, രാത്രി എന്താ പറയാ, ഉറങ്ങാറായോ, ഉറങ്ങാൻ കിടന്നോ എന്ന് വരെ ചോദിക്കുന്നത്. വെച്ചാൽ നിങ്ങളെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിങ്ങളായിട്ട് കോൺസ്റ്റന്റ്ലി കോണ്ടാക്ട് വെക്കുന്ന ഒരാളാണ്. ചീത്ത ഇതിലല്ല ചോദിക്കുന്നത്, പക്ഷെ ഭയങ്കര കെയറിങ് ഉള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കെയറിങ് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കെയറിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോ ഇവിടെ പക്ഷെ ഈ വ്യക്തിക്ക് ഒരു നെഗറ്റീവ് ഇതുള്ളത്, ഈ വ്യക്തി നന്നായിട്ട് വെള്ളം അടിക്കുന്ന ഒരാളാണ്. വെള്ളം അടിക്കുന്ന, ഒരു കൺട്രോൾ ഇല്ലാതെ വെള്ളം അടിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി വേറൊരാളായിട്ട് മാറുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും. വെള്ളം അടിക്കുന്നത് സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാണ്, ആരും വെള്ളം അടിക്കും, മനസ്സിലായോ? ചിലര് രഹസ്യമായിട്ട് അടിക്കും, ചിലര് പരസ്യമായിട്ട് അടിക്കും, അത്രേ ഉള്ളൂ. പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, മനസ്സിലായി? ഇപ്പൊ കുറച്ചും കൂടെ പരസ്യമായിട്ട് ധൈര്യമായിട്ട് ചിലപ്പോ വല്ലയിടത്തൊക്കെ പോയി പരസ്യമായിട്ട് തന്നെ കഴിക്കുന്നവരുണ്ട്, മനസ്സിലായി? പണ്ടും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ രഹസ്യമായിട്ടാണെന്ന് മാത്രം. അപ്പോ ഇവിടെ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു വ്യക്തിയാണ്, മനസ്സിലായി? ഈ വ്യക്തി ചില കാര്യങ്ങൾ, ഈ വ്യക്തിയെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ, ഈ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടാവുന്നു, അതല്ല ഞാനെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ വളരെയധികം നെഗറ്റീവ് എനർജീസ് ഉള്ള ഒരാളാണ്. ഈ വ്യക്തിക്ക് ഈ എന്താ പറയാ, പവർ എന്ന് പറഞ്ഞാൽ നമ്മള് പണം പവറാണ്. അതുപോലെ നമുക്ക് എന്താ പറയാ, ഒരു രാഷ്ട്രീയത്തിൽ കയറി നമ്മളിപ്പോ ഒരു പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ അങ്ങനെയൊക്കെയാണ്, അതൊരു പവറാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് ഒരാളുടെ മുകളിലുള്ള കൺട്രോള്, അതും ഒരു പവറാണ്. അതൊക്കെ മത്ത് പിടിപ്പിക്കുന്ന ഒരു പവറാണ്. അപ്പൊ ഈ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു എനർജി ഉള്ള ഒരാളാണ്. കാരണം ഈ വ്യക്തി ആരുടെ ലൈഫിൽ പോയാലും ആ ലൈഫില് അവരുടെ വളരെയധികം സ്നേഹം കൊടുക്കുകയും അറ്റൻഷൻ കൊടുക്കുകയും അത് അങ്ങനെ തന്നെ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് വിഡ്രോ ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇറങ്ങി പോകും ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കേറിയിട്ട് കുറെ നാള് അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ബോറടിക്കും. ചിലർക്ക്, മിക്കവരും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്താ പറയാ, ഒരു വീട്ടിൽ നമ്മൾ കയറുമ്പോ ഒരു ഫർണിച്ചർ ഒരു ടൈപ്പ് ആയിരിക്കും, ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഫർണിച്ചർ തിരിച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് ബോറടിക്കുന്നു. ആരാണോ അത് ചെയ്യുന്ന ആ വ്യക്തിക്ക് ബോറടിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാലും നമുക്കറിയാം, കറി ഇങ്ങനെ ഉണ്ടാക്കുന്നു, കറിയിൽ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ചേഞ്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടേ എന്ന് ചിന്തയുള്ള ആളുകൾ, അത് കൂടുതലാവുമ്പോഴാണ് റിലേഷൻഷിപ്പിലേക്ക് അത് പ്രശ്നം. ആൾക്കാരെ, പാർട്ട്നേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്.
ഇവിടെ സാജിറ്റേറിയസ്, സ്കോർപിയോ, ടോറസ് ആണ് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് നിങ്ങളുമായിട്ട് ഈ വ്യക്തി റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴും ഈ വ്യക്തി വേറെ പലരുമായിട്ട് ബന്ധത്തിലുണ്ട്. ഇവിടെ 7 ഓഫ് സ്വേർഡ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് സ്വേർഡ്സ് എന്ന് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാള്. സ്ട്രാറ്റജിക് ആയിട്ട് മാത്രമല്ല, കള്ളത്തരമല്ല, ഒളിച്ച് കളിക്കുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ഒന്നും തുറന്ന് പറയാറില്ല. മനസ്സിലായോ? വ്യക്തി എന്താണ്, എവിടെ നിന്നാണ്, അതിന്റെ റൂട്ട്സ് എവിടെയാണ്, ഈ വ്യക്തിയുടെ ബന്ധുക്കൾ ആരൊക്കെയാണ്, ഇതൊന്നും വ്യക്തി വ്യക്തമാക്കാറില്ല. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാറില്ലായിരിക്കും. ഈ വ്യക്തി അതൊന്നും പറയാറില്ല. അങ്ങനെ ഫാമിലി പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചാൽ ഡിഫെൻസീവ് ആകുന്ന ഒരു വ്യക്തിയാണിത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ വളരെയധികം കരിയറിനോട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ അതേസമയം എല്ലാവരും പറയുന്നത് വളരെ ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സുള്ള ഒരു എനർജിയാണ്. അതാണ് മറ്റുള്ളവരെ ഈ വ്യക്തിയിലേക്ക് അടുപ്പിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് നിങ്ങളെ എന്ന് വെച്ചാല് മിക്കവർക്കും ഇന്നത്തെ കാലത്ത് ആർക്കും ആരുടെയും കാര്യങ്ങൾ തിരക്കാൻ സമയമില്ല. പിന്നെ ഉള്ളത് തിരക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പരദൂഷണം അറിയാൻ വേണ്ടിയിട്ടാണ്. സിമ്പതി മേടിച്ച് സിമ്പതി കൊടുത്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് എടുക്കുന്ന ഒരു സ്വഭാവമാണ് ചിലർക്ക്. മനസ്സിലായ? അത് അവർക്ക് നിങ്ങളോട് സിമ്പതി ഉള്ളത് കൊണ്ടല്ല, ശരിക്കും അവർക്ക് ഇത് അറിഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയുക, ഇവർക്ക് ഇത് അറിഞ്ഞിട്ട് ഒരു എൻജോയ്മെന്റ്, അത്രയൊക്കെ ഉള്ളൂ. കാരണം ഇവരുടെ ജീവിതത്തിൽ പ്രശ്നം അങ്ങനെയുള്ള പലരും ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തില്. ഈ വ്യക്തി അതല്ല. ഈ വ്യക്തി ഈ ഒരു കാര്യങ്ങള് നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമുണ്ട് എന്നൊക്കെ കാര്യം. ഇതൊരു സിമ്പതി എന്ന് വെച്ചാൽ ശരിക്കും സിമ്പതി ആണോ എന്ന് വെച്ചാൽ സിമ്പതി അല്ല. പക്ഷെ നിങ്ങളെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ കാര്യങ്ങള് കേൾക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അത് ഈ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആരുടെയൊക്കെ ജീവിതത്തിൽ പോയിട്ടുണ്ടോ അവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ വ്യക്തി കേട്ടിട്ടുണ്ട്. അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് ഈ വ്യക്തിയുടെ ഒരു സ്വഭാവമാണ്. ആര് പറഞ്ഞാലും എല്ലാം ക്ഷമയോടെ കേൾക്കും, അവർക്ക് ആവശ്യമുള്ള അഡ്വൈസ് കൊടുക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷേ ഡിപ്പെൻഡബിൾ അല്ല, സ്റ്റേബിൾ അല്ല വ്യക്തി. അവിടെയാണ് പ്രശ്നം. അത് ഈ വ്യക്തിയെ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോ ഈ വ്യക്തി മറ്റുള്ളവരെ പറ്റുന്ന സമയത്ത് സഹായിക്കുക, പക്ഷെ ജീവിതകാലം മുഴുവനും കൂടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് ഈ വ്യക്തിയുടെ ഒരു തീരുമാനം. എന്ന് വെച്ചാല് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നു, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ വ്യക്തി വന്നിട്ട് എന്താണ് സങ്കടം, ഭയങ്കര സങ്കടമായിട്ടിരിക്കുകയാണല്ലോ, എന്താണ് കാര്യം എന്ന് വെച്ചാല് വലിയൊരു കൊടുങ്കാറ്റ് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് അതുപോലെ തന്നെ ഇറങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ വ്യക്തി വന്ന് കയറുമ്പോൾ നിങ്ങൾ വേറൊരു മനുഷ്യനായോ അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീയായിട്ടോ മാറുകയാണ്. നിങ്ങൾക്ക് ഒരു കൺട്രോളും ഇല്ല ഇതില്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ വ്യക്തി. മനസ്സിലായോ? മനഃപൂർവ്വം ദ്രോഹിക്കുന്ന അല്ല. പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിൽ എവിടൊക്കെയോ എല്ലാത്തിലും ഞാൻ ജയിക്കണം, ആരുടെ മുന്നിലും ഞാൻ തോൽക്കില്ല എന്നൊരു ചിന്തയുണ്ട്. എന്ന് വെച്ചാല് സ്നേഹം ഒരു വീക്ക്നെസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കയറി ഇറങ്ങി പോകുന്ന എല്ലാവരുടെ ജീവിതത്തിലും ദുരിതം ഉണ്ടാക്കിയിട്ടാണ് ഈ വ്യക്തി പോവുക. മനഃപൂർവ്വമല്ല, വ്യക്തിയുടെ സ്വഭാവം അങ്ങനെയാണ്. മനസ്സിലായി? നിങ്ങളെ വേദനിപ്പിക്കണമെന്നല്ല, നിങ്ങളെ മാക്സിമം സഹായിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ കയറി അറ്റാച്ച്ഡ് ആവുമ്പോൾ അറ്റാച്ച്മെന്റ് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? അപ്പൊ വ്യക്തി ഇറങ്ങിപ്പോയി കളയും ജീവിതത്തിൽ നിന്ന്, നിങ്ങൾ അന്വേഷിച്ച് നടക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു എനർജിയാണ് ഇവിടെ. ടോറസ് സോഡിയാക് സൈൻ ഉണ്ട്. വളരെ ട്രഡീഷണൽ ആയ ഒരു എനർജിയാണിത്. വളരെ ഗഹനമായിട്ട് കാര്യങ്ങള്, നമ്മളെ ഐതിഹ്യങ്ങൾ സംസാരിക്കുന്ന, ഓരോ റിലിജനെ കുറിച്ചും നല്ല അറിവുള്ള ഒരു എനർജിയാണ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ദൈവികമായിട്ട് വളരെയധികം അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കയറി ഇറങ്ങി പോകുന്ന ഒരാളാണ്. പക്ഷേ ജിപ്സികളെ പോലെയാണ്. എന്ന് വെച്ചാല് ദേശാടന പക്ഷി പോലെയാണ് വ്യക്തി. ഇറങ്ങി പോകും സമയമാവുമ്പോ. പിന്നെ വല്ലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കയറി വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ചില സമയത്ത് സന്തോഷം കിട്ടുന്നുണ്ട്, ചില സമയത്ത് ദുഃഖമുണ്ട്. പക്ഷെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇതിപ്പോ പുതിയൊരു തുടക്കമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഇനീഷ്യൽ സ്റ്റേജ് ആണ്, അതൊരു ഹണിമൂൺ പീരീഡ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സ്റ്റേജ് ആണ്. പക്ഷെ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, ഇനി വന്നു കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അനക്കവും ഇല്ല, കുറെ നാള് കഴിയുമ്പോൾ പിന്നെയും അന്വേഷിച്ച് കയറി വരുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ്. അത് അനുഭവിക്കുന്നവർക്ക് വളരെയധികം ഹൃദയവേദന ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി വളരെയധികം പാഷനറ്റ് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ആരെയും സഹായിക്കുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആരുടെയും കൂടെ
വർഷങ്ങൾ, ഒരു ജീവിതം മുഴുവനും ഒരാളുടെ കൂടെ നിൽക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ് ഇതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് പണിയാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അതുപോലെ എടുത്തു കഴിഞ്ഞത് ഇത് ഫ്രണ്ട്സ് ആണ് നിങ്ങൾ ആ ഒരു നമ്മളുടെ ഇപ്പം നമ്മളുടെ മോഹൻലാലിന്റെ ഒരു ഫിലിമില്ലേ, അതിനകത്ത് പാട്ട് പാടുന്ന, ഇടയ്ക്ക് കൂട്ടി പാടുന്ന ഒരു ക്യാരക്ടർ ഇല്ലേ, ആ ക്യാരക്ടർ കേറി വരുന്നതെന്ന് വെച്ചാല് പോകും, കുറച്ച് പൈസ മേടിച്ചിട്ട് സ്ഥലം വിടും, എന്നിട്ട് ദേശാടനക്കിളി പോലെ പല സ്ഥലങ്ങളിൽ അലഞ്ഞു നടന്നിട്ട് എപ്പോഴെങ്കിലും വന്ന് കേറുന്ന ഒരു എനർജി. അങ്ങനെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അത് വലിയ തലവേദനയാകും. നമ്മളുടെ സിനിമകളിൽ കാണിക്കുന്ന ഓരോ ക്യാരക്ടറെയും നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും നമ്മളുടെ ജീവിതം എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മനസ്സിലായോ? അങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സ് നമ്മളുടെ ജീവിതത്തിൽ വന്നാല്, നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ജീവിതം അതോടെ കഴിഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഈ വ്യക്തിയും ഇതുപോലത്തെ ഒരാളാണ്. മനസ്സിലായോ? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഇവിടെ ഭഗവാനെ? ഇവർക്കുള്ള അഡ്വൈസ് എന്താണ്? നിങ്ങളിപ്പോ ഇപ്പൊ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങള് എങ്ങനെയോ പരിചയപ്പെട്ടു. ചില സമയത്ത് നമ്മള് യാത്ര ചെയ്യുമ്പോൾ പരിചയപ്പെട്ടത് അത് റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നു. മനസ്സിലായോ? നമ്മളുടെ മനസ്സിലാണ് അത് ആവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരെയും നമ്മളുടെ മീൻസ് മനസമാധാനത്തിന് ഇവര് പ്രശ്നമാകുമോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ റിലേഷൻഷിപ്പിൽ കയറാൻ. ചില സമയത്ത് നമ്മൾ ഫാമിലിയിലെ ഹാപ്പി അല്ലെങ്കിൽ വഴിയെ പോകുന്ന ആളുകളോട് നമ്മൾ അറ്റാച്ച്മെന്റ് വെക്കാൻ തുടങ്ങും. അത് വലിയ തലവേദനയായിട്ട് മാറും. പിന്നീട് ആ അറ്റാച്ച്മെന്റ് നമ്മളുടെ ഫാമിലിയെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മാറും. അപ്പോഴാണ് നമ്മളുടെ തലവേദന തുടങ്ങുന്നത്. കാരണം ഇതുമില്ല അതുമില്ല എന്നൊരു അവസ്ഥയിലാകും. പക്ഷെ നിങ്ങളൊരു ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് വലിയ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളോട് പറയുന്നത് ഇവിടെ ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്, കിങ് ഓഫ് വേർഡ്സ് ഉണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുകളായിരിക്കും. കിങ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇത് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇപ്പൊ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾ ഹാപ്പി ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, അപ്പോഴാണ് ഇങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറുന്നത്. ഈ വ്യക്തി വന്ന് കയറിക്കോട്ടെ, നിങ്ങള് ഫ്രണ്ട്ഷിപ്പ് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ വ്യക്തി വന്ന് കയറി റിലേഷൻഷിപ്പിലേക്ക് പോയാലും നിങ്ങൾ ആ ലിമിറ്റ് മനസ്സിലാക്കുക. ഇത് ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് അല്ല. ഇവിടെ നിങ്ങൾ ഓൾറെഡി ഒരാളോട് കമ്മിറ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഇത് ആരുടെ റീഡിംഗ് ആണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എപ്പോഴും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ്. നിങ്ങളുടെ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ വന്ന് കയറിയിരിക്കുന്ന ആള് വന്ന് കയറി ഇറങ്ങി പോകുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാകണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യൊക്കെ ഇത് നല്ല നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്, നന്നായിട്ട് തമാശ പറയും, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ നിങ്ങൾ വളരെ ലോജിക്കലും പ്രാക്ടിക്കലും ആയിട്ട് വിചാരിക്കുക. ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള നിരാശയിലേക്കും ഹാർട്ട് ബ്രേക്കിലേക്കും പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോ ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക, അതിനകത്ത് നിന്ന് അതുപോലെ തന്നെ ഇറങ്ങിപ്പോരുക. അല്ലാതെ ഈ വ്യക്തി പോകുന്നതിന്റെ പുറകെ മനസ്സിനെ വിടരുത്, പിടിച്ചു വെക്കുക. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു ജീവിതമുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ അത്രയും സോഡിയാക് സൈനേ ഉള്ളൂ: ടോറസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്. കേട്ടോ? അപ്പൊ അതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.